ഹായ് ഓൾ, കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ചെറിയ റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെയുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഇതനുസരിച്ച്, ഇങ്ങോട്ടുള്ള യാത്ര അനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ, ഓരോരുത്തരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഓരോരുത്തരുടെ ഒരാളുടെയും സ്വഭാവം നമുക്ക് ബിഗ് ബോസിലൂടെ മാത്രം നമുക്ക് കണ്ടെത്താൻ പറ്റില്ലെങ്കിലും ബിഗ് ബോസിൽ അവർ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബിഗ് ബോസ് കണ്ടിന്യൂസ്ലി എത്രയായാലും ഞാൻ ഇപ്പോൾ വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിറ്റേ ദിവസമെങ്കിലും ഞാൻ കാണും. ഓക്കെ, സത്യമായിട്ടും പാടില്ലാത്ത, എനിക്ക് ശരീരസുഖമില്ലാത്ത അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ശരീരസുഖമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എനിക്ക് വീഡിയോ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആസ് പെർ ദ എപ്പിസോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റിനെ പറ്റിയൊക്കെ ലൈവ് അപ്ഡേറ്റ്സ് ലൈവ് കണ്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. പറ്റണം എന്ന് ചിന്തിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ സ്റ്റിൽ എനിക്ക് ഇതുവരെയും ഒരാളെ മനസ്സറിഞ്ഞ് ഞാൻ ആദ്യം വോട്ട് കൊടുത്തത് അനിമോൾക്കാണ് കേട്ടോ. പക്ഷേ ഇതുവരെയും സ്റ്റില്ല് എനിക്ക് ആരെയും മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെയും അനീഷിന് തോന്നാറുണ്ട്. വേറെ ആരെയും അങ്ങോട്ട് മനസ്സറിഞ്ഞ് ചെയ്യാൻ തോന്നാറില്ല. അത് എന്തുകൊണ്ടാണ് എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് ആരുടെയും പ്രവൃത്തികൾ, എല്ലാവരുടെയും കാര്യങ്ങൾ, നമുക്ക് ചില ഇഷ്ടക്കേടുകൾ നമുക്കവിടെ വന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ഓഫ് കോഴ്സ് അങ്ങനെ തോന്നാത്തത്. അപ്പോൾ അനിമോളുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അനിമോൾ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ, ഞാൻ FB നോക്കിയിട്ടില്ല, യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ വോട്ട് നോക്കുമ്പോൾ അനിമോൾക്കാണ് കൂടുതലും. ഇപ്പോൾ ഒരു 75% പോട്ടെ, ഒരു 55% അല്ലെങ്കിൽ 60 മേലെ ശതമാനമൊക്കെ അനിമോൾക്ക് തന്നെ വരുന്നത്. കൂടുതലും പേര് അനിമോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ അനിമോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിഹേവിയർ, ആ ഒരു കുട്ടികളെ പോലുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് മുന്നേ ഇഷ്ടമാണ്. അനിമോൾ എന്നുള്ള വ്യക്തിയെ നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെയാണ് നമുക്ക് കൂടുതൽ അനിമോളെ പരിചയം വരുന്നത്, ഉപ്പുമുളകും. അപ്പോൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷേ ആ ഒരു ഇഷ്ടം ബിഗ് ബോസിലേക്ക് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്നില്ല. ബിഗ് ബോസിലുള്ള ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്കൊരാളോട് ഇഷ്ടവും സപ്പോർട്ടും തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞാൽ, ബിഗ് ബോസിൽ തന്നെയും സ്വന്തമായിട്ട് ഇപ്പോൾ അനിമോൾക്ക് മറ്റുള്ളവരെക്കാളും ചില പ്രത്യേകതകളുണ്ട്. അത് ഇപ്പോൾ 30 years ആണ്. ഓക്കെ, എന്നാൽ ഇപ്പം ഞാൻ 40 years ആണ്. എനിക്ക് എൻ്റെതായ കുട്ടിത്തം കളികളും കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ അതുപോലെ അനിമോളുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു കുട്ടിക്കളിയൊക്കെ അനിമോൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇല്ലതോ, അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എനിക്ക് അനിമോളുടെ ചില കാര്യങ്ങൾ അവിടെ ഇഷ്ടമല്ല. OBViously എനിക്ക് വലിയ ഇഷ്ടമില്ല. അത് ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്ന അത് കറക്റ്റാണ്, അത് ഒരു ഫാക്റ്റാണ്. അനിമോൾക്ക് പുറത്തു നിന്നുള്ള ഡയറക്റ്റ് സപ്പോർട്ട് കിട്ടുന്ന ഇതാണ് അനിമോളുടെ ഇത്. കാരണം അനിമോളെ പുറമേ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നാലും അനിമോൾ ഇപ്പോൾ എന്ത് ചെയ്താലും ഒരു കണ്ടന്റ് അവിടെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അനിമോളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ അനിമോൾ അനിമോൾ വെറുതെ നിന്നാൽ മതി. അനിമോൾക്ക് പുറമേ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അനിമോൾ വെറുതെ എങ്കിലും നിന്നാൽ മതി. വെറുതെ നിൽക്കുമല്ല, അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ച് നിന്നാൽ മതി. പക്ഷെ അനിമോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ, അനിമോൾക്ക് പുറമേ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത ബിഗ് ബോസിന് കിട്ടണം എന്നുള്ളൊരു വാശി അനിമോളുടെ കാര്യത്തിൽ വളരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അവിടുത്തെ വാശി. അനിമോൾ നാളെ ജയിക്കാതിരിക്കട്ടെ, അനിമോൾ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, അനിമോൾ ജയിക്കട്ടെ, സന്തോഷം തന്നെയുള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ചില കാര്യങ്ങളോട് എനിക്ക് സപ്പോർട്ട് ചെയ്യാനേ തോന്നുന്നില്ല. കാരണം അനിമോൾ ഇപ്പോൾ ഒരു കിച്ചണിൽ ഇപ്പോൾ റേന ഫാത്തിമ അവരുടെ ഭാഗത്തും ആ ഒരു കുട്ടിയുടെ ഭാഗത്തും ഉണ്ടാവും ഓരോ തെറ്റുകൾ. മീൻസ് അത് ഒച്ചെടുക്കുന്നത് കുറച്ചൊക്കെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ എങ്കിലും ഒരു ഫുഡ് ചോദിക്കുമ്പോൾ തരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അതായത് അനിമോൾ മെച്ചുവേർഡ് ആവേണ്ടടുത്ത് അനിമോൾ മെച്ചുവേർഡാണ്. പിന്നെ അവനവൻ്റെ ഒരു തെറ്റ് നമ്മളെല്ലാവരും ലാളിക്ക്, ഞാൻ ഇങ്ങനെ കുഞ്ഞോമനിയാണ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളൊരു ഒറ്റ ധാരണ കൊണ്ട് മാത്രം പോയാൽ എല്ലാവരുടെ അടുത്തുനിന്ന് നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ ആരെങ്കിലും അത് വിമർശിക്കുമ്പോൾ അവരോട് മിണ്ടാതെ നടക്കുക, വഴക്കിടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ വിളിച്ചു പറയുക, ഇങ്ങനെയുള്ളത് മറ്റുള്ളവരുടെ ഇഷ്ടം നേടാനോ അവരെ മറ്റുള്ളവർ വെറുക്കാനോ അങ്ങനെയൊക്കെ കാരണമാവാൻ വേണ്ടിയാണോ ഇത് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയില്ല. പിന്നെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ അനിമോൾ ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് വിമർശിക്കുമ്പോൾ അവിടെ ഓൾറെഡി ആൾ വഴക്കിടുകയാണ്.
അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ അനുമോൾ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പോൾ അനുമോൾ എന്നുള്ള പേഴ്സണെ ഇഷ്ടമായിരിക്കാം, പുറത്തുള്ള അനുമോളിനെ ഇഷ്ടമായിരിക്കാം, ബിഗ് ബോസിലുള്ള അനുമോൾ എനിക്ക് അത്രയും ഒരു 50% ഞാൻ കൊടുക്കുകയുള്ളൂ, നാളെ അനുമോൾ വിന്നറായാലും. പക്ഷേ ഞാൻ പറയുന്നത് അനുമോൾക്ക് PR വർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ കരുതേണ്ടത്, നമ്മൾ ഒരാളെ വെറുതെ തള്ളി ഇങ്ങോട്ട് മുന്നിട്ട് കയറ്റുമല്ലോ, അവിടെ കളിക്കുന്ന കളി, അവിടെ ബിഗ് ബോസിൽ എന്താണ് അവർ ചെയ്യുന്നത് അത് നോക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അവർ ബിഗ് ബോസിൽ എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആരാണ് ജെന്യുവനായിട്ട് കളിക്കുന്നത്, എല്ലാത്തിലും 100% കൊടുത്ത് നിൽക്കുന്നത്, എല്ലാവരുടെയും ഒരു തനതായ ഒരു സ്വഭാവം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ ജെന്യുവിനിറ്റി കാണിക്കുമ്പോൾ ഒറ്റപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ അനുവിന് സ്ട്രോങ് ആയി കുറച്ച് പേരുണ്ട്, അനു പറഞ്ഞ കുറച്ച് പേരെ അറ്റ്ലീസ്റ്റ് ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഒറ്റപ്പെടുത്താൻ അനുവിന് അവിടെ കഴിയും. അനുവിന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ധൈര്യത്തിലും, അതുപോലെ തന്നെ ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഇത് തരില്ല, ഞാൻ ഇത്ര തരുള്ളൂ, ഇത് അങ്ങനെയൊന്നും ചിട്ടയായിട്ട് കറക്റ്റ് കാര്യം ആൾക്ക് സ്ട്രിക്റ്റായിട്ട് തടയാനും അവിടെ മെച്യൂരിറ്റി കാണിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നു, അങ്ങനത്തെ സ്ട്രാറ്റജിയുടെ ആവശ്യം അവിടെ ഇല്ല. ഇപ്പോൾ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോട്ടോ കത്തിക്കുമ്പോൾ കരയുക, അതൊക്കെ എപ്പോഴും അനുമോൾ ഒരു പാവമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ഫീലാണ്, അനുമോൾ കൊച്ചുകുട്ടിയെ പോലെയാണ് എന്ന് മറ്റുള്ളവർ കരുതണം. അവർ പാമ്പർ ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഫോട്ടോ കത്തിച്ചപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഫോട്ടോ കത്തിക്കുമ്പോൾ വിഷമം തന്നെയാണ്. പക്ഷെ അത് അപ്പം തന്നെ പോയി കരയുകയും അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആര്യൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല ഒന്നും, എങ്കിലും പലരും പറയുന്നുണ്ട് ആര്യൻ അനുമോളുടെ പുറകെ നടക്കുന്നു, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് അനുവിനെ കളിയാക്കാനും ഒക്കെ മുന്നിട്ട് തന്നെയാണ്. പക്ഷെ ആര്യൻ തന്നെ പറഞ്ഞത് അനുമോൾ ഇങ്ങോട്ടൊരു അറ്റാച്ച്മെൻറ്റ് നോക്കുന്നുണ്ടെന്നാണ്. അത് നമുക്കറിയില്ല, എങ്കിലും ഞാൻ പറയരുത്, തുടക്കത്തിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ആര്യനുമായിട്ടൊരു കോംബോ, ഒരു ഫ്രണ്ട്ഷിപ്പ് അവൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ. ഒരു തമാശയും ഓടിക്കളിയും അങ്ങനെയുള്ളതൊക്കെ ആര്യനയുടെ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ ജിസേൽ ആര്യനും ഒരു കൂട്ട് വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു വിള്ളൽ വന്നു. ഓഫ് കോഴ്സ് ജിസേലിൻ്റെയും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എനിക്കും ഇഷ്ടമുണ്ടാവില്ല, ആ ജിസേലും ഈ പറഞ്ഞ പോലെ അനുമോൾ ശത്രു എന്നുള്ള രീതിക്ക് തന്നെയാണ് പോകുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ മുന്നിട്ട് ജിസേലും കുറേ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. എങ്കിലും ജിസേൽ കുറച്ചും കൂടെ ബോൾഡാണ്, സ്ട്രോങ് ആണ്. അപ്പോൾ ആര്യനും ജിസേലും കൂട്ടുകൂടുമ്പോൾ അനുമോൾ അതിനെതിരെ പറയുന്നത് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് പറയാൻ നോക്കരുത്. അപ്പോൾ അവരിങ്ങനെയാണ് എന്ന് നമുക്ക് അവരെത്ര കൂട്ടാണെങ്കിലും, ഈവൻ ബെഡ്റൂം ആ ഒരു മൊമെൻറ്റ് പറഞ്ഞിരുന്നല്ലോ, ബെഡ്റൂമിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ കിടന്നിട്ടുള്ള കാര്യങ്ങൾ അനുമോൾ പറഞ്ഞു. പക്ഷെ നമുക്കത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പറയാൻ പാടുള്ളൂ. പിന്നെ അറിയില്ല നമുക്കത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളോട് അനുമോൾ കുറച്ച് അറ്റാച്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ആര്യനോട്. ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അനുമോൾ മോശമായെന്നല്ല പറയുന്നത്, അനുമോൾ കുറച്ച് അറ്റാച്ച്മെൻറ്റ് അനുമോളും ആര്യനും തിരിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം ആര്യൻ പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. ആര്യൻ ഫ്രണ്ട്ഷിപ്പ് കൂടി നടന്നിട്ട് അനുമോളാണ് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നത്, അനുമോളിൽ എന്നോട് എന്തോ ഉണ്ട് എന്ന് സ്വന്തമായിട്ട് തെറ്റിദ്ധരിച്ച് ആര്യനും നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അങ്ങനെ പിന്നെ അനുമോൾ നിന്നെ എന്തിനാണ് 23 വയസ്സുള്ള നീ 30 വയസ്സുള്ള ഞാൻ, എനിക്ക് അതിന് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ ഓവറായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. അനുമോൾ അതല്ല ചെയ്യേണ്ടത്. അനുമോൾ അവിടെ ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത്, മൈൻഡ് ഗെയിമും കൂടിയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിമും കൂടിയാണ്, ഫിസിക്കൽ ഗെയിം മാത്രമല്ല മൈൻഡ് ഗെയിമും കൂടിയാണ്. അപ്പോൾ അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആ ഒരു സമയം നമുക്ക് കിട്ടിയേക്കുന്ന കുറേ പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തൊരു ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പോൾ അത് കിട്ടിയത് നമ്മൾ അവിടെ സ്മാർട്ടായിട്ട് ഗെയിം കളിച്ച് നേടുക എന്നുള്ളതിലുപരി കരച്ചിൽ, പിഴിച്ചിൽ, ഒറ്റപ്പെടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ഈവൻ ഒരു തെറ്റ് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ വീട്ടിലെ പോലെ അല്ല എന്ന് ഒരു സ്ഥലത്ത് പറയും, പിന്നെ വീട്ടിലെ പോലെയാണ് എന്നും പറയും. നമ്മൾ വീട്ടിലെ പോലെ കാണിക്കാനല്ലല്ലോ ഇവിടെ വന്നേക്കണമെന്ന് പറയും. ചില സ്ഥലത്ത് പറയും വീട്ടിലെ പോലെ എനിക്കിവിടെ ഞാൻ കാണിച്ചു പോയി, ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് എൻ്റെ വീട്ടിലത്തെ സ്വഭാവം തന്നെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറിയത് എൻ്റെ വീട്ടിലെ കാര്യം പോലെയാണ് എന്ന് പറയേണ്ട ആവശ്യം രണ്ടും അവിടെ ഒരു എന്താ പറയുക ഡിപ്ലോമാറ്റിക്കായിട്ട് അങ്ങനെയല്ല ഒരു ഇതായിട്ട് വന്നു അവിടെ, കോൺട്രവേഴ്സിയോ അങ്ങനെ പറയില്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അനുമോളുടെ കാര്യം. പിന്നെ എനിക്കിപ്പോൾ അനീഷ് എല്ലാവരുടെയും ഭാഗത്ത് നെഗറ്റീവ് ഏതൊരാളുടെ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന ഏതൊരാളുടെയും, ബിഗ് ബോസിൽ നിന്നല്ല ലോകത്തുള്ള എല്ലാവർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. ബിഗ് ബോസിലെ മാത്രം ആൾക്കാരുടെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഓരോരുത്തർക്കും ഉണ്ടാവും പോസിറ്റീവും നെഗറ്റീവും. ഇപ്പോൾ ഷാനവാസിക്ക
ഷാനവാസിക്കയുടെ കാര്യം പറഞ്ഞാൽ ആള് കുറേയൊക്കെ മാന്യതയോടുകൂടി കളിക്കുന്നതാണ്. എന്നാലും ദേഷ്യം വരുമ്പോൾ വല്ലാതെ ഫയർ ചെയ്യുന്നുമുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് അനിമോൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ചില ചിന്താഗതികൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സമയത്തൊക്കെ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഐ മീൻ അവരുടെ ആളുടെ ഒരു മര്യാദ രീതിയിലുള്ള പെരുമാറ്റം. ബട്ട് അത് നമ്മൾ ചില കാര്യങ്ങൾ ഒരു പഴഞ്ചൻ ചിന്താഗതിയുണ്ട് ആൾക്ക്, അത് ശരിയല്ല. ഇപ്പോൾ ലക്ഷ്മി അല്ലേ, വേദലക്ഷ്മി കയറിയിട്ടുണ്ട്. അവരെ എനിക്ക് അങ്ങനെ ചിലപ്പോൾ ചെറിയ അബദ്ധങ്ങൾ പറ്റിയേക്കാം വർത്തമാനത്തിലോ എന്തെങ്കിലും, പക്ഷേ അവരെനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വേദലക്ഷ്മിയെ. അവരെ പെട്ടെന്ന് തന്നെ ഉണ്ടംപൊരിയും ചായ, എനിക്ക് ആ വർത്തമാനമൊന്നും ഷാനവാസിക്കയുടെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്നെന്താ ചായക്കേടി, ഇന്ന് ഉണ്ടംപൊരിയും ചായയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു. പിന്നെ കത്തി അവിടെ വെക്കടി, ഈ അങ്ങോട്ട് പോടി, അങ്ങനെയൊക്കെയുള്ള ഭാഷകൾ അത്ര രസമായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അനീഷാണെങ്കിലും കുറേയൊക്കെ പോസിറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇത്തിരി നെഗറ്റീവും. ചില കാര്യങ്ങൾ ചെയ്യില്ല എന്നും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിനൊന്നും ഭയങ്കര ഇതൊന്നും ചെയ്യുന്നില്ല, ആകെ ഫെഡപ്പ് ആവുകയാണ് ആൾ. പിന്നെ ചില കാര്യങ്ങൾ സ്ട്രോങ് ആണ്, ചില കാര്യങ്ങൾ കോമഡിയാണ്, ഒന്നിലിടപെടാത്ത പോലെ നടക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അനീഷിൻ്റെ കാര്യത്തിൽ. പിന്നെ അവിടെ നിന്ന് അപ്പാനി ശരത്ത് എല്ലാവരുടെ അടുത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യം ഒരു ഇതായിട്ട് തോന്നുന്നത് അക്ബർ, രേണുസുതിയെ അക്ബർ അങ്ങനെ പറഞ്ഞു, മറ്റേ ഒരു എന്താ പറയുക, ടോയ്ലറ്റിനെ ഉപയോഗിച്ച് പറഞ്ഞത് ഒരു വളരെ എനിക്ക് അക്ബറിനെ ഏറ്റവും വെറുപ്പ് തോന്നിയ ഒരു മുഹൂർത്തം. കാര്യം രേണുസുതി അവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമോ ദോഷമോ ഒന്നും തോന്നുന്നില്ല ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും രേണുസുതി ഉള്ളതുകൊണ്ട് തോന്നിയിട്ടില്ല. പക്ഷേ അവരെ എന്തു തന്നെയാണെങ്കിലും ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം അങ്ങനെ ഒരു പേര് അത് അവരെ പറഞ്ഞത് വളരെയധികം തെറ്റ് തന്നെയാണ്. അതിന് എനിക്ക് അയാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ അയാൾ ഈ പറഞ്ഞ പോലെ അനിമോള് എന്തെങ്കിലും ചെയ്യുമ്പോൾ അനിമോളോട് എതിർത്ത് നിന്നിട്ടുണ്ട്. പിന്നെ അപ്പാനി ശരത്തും ഇതൊക്കെ കൂടി ചില കാര്യങ്ങളൊക്കെ ഒത്തിരി ഹൈപ്പിച്ചായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളിത്തിരി നോർമൽ കുറച്ച് സ്റ്റാൻഡേർഡിറ്റി ആയിട്ട് പോകുന്ന പോലെ. ഇപ്പോൾ നസീർ ഷാനവാസിക്കയുടെ കൂടെ ഇരുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദില പറഞ്ഞ എന്തൊരു കാര്യമാണെന്ന് തോന്നുന്നു, ആദില നൂറയും. ആക്ച്വലി ആദില ഇപ്പം നൂറ വളരെ നന്നായിട്ട് ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നൂറയൊക്കെ ഒതുങ്ങിപ്പോയി നമ്മൾ വിചാരിച്ച് നൂറയൊക്കെ ഇപ്പോൾ പുലിക്കുട്ടികളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നൂറയായാലും ഇപ്പോൾ റേന ഫാത്തിമയാണെങ്കിലും ആളിത്തിരി ദേഷ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പോയിൻ്റാണ് പറയുന്നത്. ഈവൻ അനിമോളാണെങ്കിലും അനിമോളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ കൂടുതൽ, നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും സ്നേഹം അനിമോളോട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ സപ്പോർട്ടും കൊടുത്തുള്ളത്. ഞാൻ ഒരു തവണ ഇതുവരെ ഈ ഹോട്ട്സ്റ്റാർ കണ്ടിട്ട് വോട്ടൊക്കെ ചെയ്തിട്ടുള്ളത്, അത് അനിമോൾക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അനിമോൾക്കാണ് ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ളത് ഇതുവരെയും. പക്ഷേ എനിക്ക് പേഴ്സണലി അനിമോളുടെ ഗെയിം എല്ലാം ഇഷ്ടമല്ല എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ റേന ഫാത്തിമയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അവിടെ ഐഡൻറ്റിറ്റി ഉണ്ട്, എല്ലാവരുടെ ഐഡൻറ്റിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ല ഇതാണെന്ന് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു പ്ലേസ് അത് നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്പേസ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ആദില നൂറ അനിമോളെ പറ്റി പറഞ്ഞു. മറ്റേ ആദിലയൊക്കെ ഇങ്ങനെ കുറ്റം, ആദിലയുടെ കാര്യമല്ലേ കഴിഞ്ഞ ദിവസം ഷാനവാസൊക്കെ പറയണ്ടായിരുന്നു, ഇങ്ങനെയാണ് അനിമോളെ കുറ്റം പറയുന്നു. ശൈത്യയുടെ കാര്യമാണോന്നറിയില്ല. എല്ലാവരും ശൈത്യ വിഷമാണെന്ന് പറയുന്നുണ്ട്. ചില കാര്യത്തിൽ ശൈത്യ ചിലത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന സമയത്താണ് അതൊരു ഇത് തോന്നിയിട്ടുള്ളത്. പക്ഷെ ശൈത്യ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കറക്റ്റാണ്. കാരണം ഇപ്പോൾ അനിമോളുടെ കാര്യത്തിൽ ശൈത്യ പല സമയത്തും അനിമോൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അനിമോളോട് എതിർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റില്ല് അനിമോൾ എന്ത് കാണിച്ചാലും അതിൻ്റെ കൂടെ നിൽക്കാതെയാണ് ശൈത്യ നിൽക്കുന്നത്. അപ്പോൾ അത് ശൈത്യ ഇൻഡിവിജ്വൽ പ്ലേ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അത് പുറകിൽ നിന്ന് കുത്തി കട്ടപ്പാന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ കറക്റ്റ് കാര്യം എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത്, കൂട്ടം കൂടി കളിക്കാനല്ല. അങ്ങനെയുള്ള സമയത്ത് അനിമോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാലെ തൂങ്ങി മാത്രം എല്ലാവരും നടക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ബോറിങ് ആൻഡ് ഒരു ഇറിറ്റേറ്റബിൾ ആണ്. അതൊക്കെ എന്താ പറയുക, അവർക്കൊരു ചാൻസ് ഇല്ല, വോയിസ് ഇല്ല, അവർ താങ്ങായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇൻഡിവിജ്വലായിട്ട് പ്ലേ ചെയ്യണം. എല്ലാവരും അപ്പോൾ അനിമോൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത റൗണ്ട് നോക്കണം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വാലായിട്ട് ഞാനിവിടെ ഹൈ പൊസിഷനിൽ നിൽക്കുന്നു, അപ്പോൾ അവർ എൻ്റെ കൂടെ നിൽക്കുന്നു. അനിമോൾ അവിടെ ജയിച്ചിരിക്കുകയാണ്, അനിമോൾക്കാണ് സ്പേസ് ഉള്ളത്. പക്ഷേ അവർ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ അനിമോൾ അടുത്ത തന്ത്രം ഉപയോഗിക്കുക, അല്ലാതെ ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ പോവുകയല്ല. അപ്പോൾ ആദില നൂറയും പറഞ്ഞിട്ടുണ്ടെന്ന് അക്ബർ
മറ്റേ ഷാനവാസിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്താണ് ആദിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുകയില്ല എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അവരവിടെ പറയുന്നുണ്ട്. അപ്പം അക്ബർ ഇപ്പോൾ പറയുന്നതും ചിന്തിക്കുന്നതൊക്കെ കുറച്ച് എന്താ പറയുക നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അക്ബർ ഇപ്പോൾ ഒരു നല്ലൊരു ഗെയിമറായിട്ട് തോന്നുന്നുണ്ട്. ഭാവിയിൽ അറിയില്ല. ജിസേലും ശ്രദ്ധിക്കണം. പിന്നെ ഓരോരുത്തരുണ്ട്, രേണുവൊക്കെ അത്രയും കുറച്ചും കൂടെ ഇതാവാനുണ്ട്. അതുപോലെ തന്നെ ബിന്നി നോക്കിയും കണ്ടും, ബിന്നിയെ വിഷം എന്നൊക്കെ പറയുന്നത് ബിന്നി നോക്കിയും കണ്ടും അവിടെ കളിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വളരെ ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങുന്ന ആൾ തന്നെ ബിന്നി. അല്ലാതെ അത് മോശമായി പറയാനൊക്കെ ഒന്നുമില്ല. മോശമായി ഇത്ര പറയാൻ മാത്രം ഒരു കാര്യങ്ങൾ അവിടെ ഇല്ല ബിന്നിയെ. അതുപോലെ എന്താ പറയുക, പിന്നെ പേര് മറന്നു ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ളത്, കുറേ പേര് പോയതുകൊണ്ട്. ശൈത്യ, ആദില, നൂറ, ബിന്നി, റേന, ഇപ്പോൾ മസ്താനി വന്നിട്ട് കുറച്ച് കയറ്റി വെച്ച് ഓരോന്ന് പറയുന്നത് വളരെ ദൂഷ്യമായിട്ട് വരുന്നുണ്ട്. മസ്താനി ചിന്തിച്ചും കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ എല്ലാം എടുത്തു ചാടി, ഇപ്പം എന്ത് കാര്യം പുറത്തുനിന്നുള്ളത് കുറച്ച് സപ്പോർട്ടീവായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഇതാണ് മസ്താനി ചെയ്യുന്നത്. എനിക്ക് മസ്താനിയുടെ ആ ഒരു എനിക്ക് അത്രയും ഇത് വരുന്നില്ല. എന്നാൽ ലക്ഷ്മി കുറച്ചും കൂടെ ഒരു ഇതാവുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നതിൽ ജിഷിൻ അപ്പാടെ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് കയറി വന്നിരിക്കുന്നത്. എന്ത് ഉണ്ടാലും എല്ലാവരും ദേഷ്യപ്പെടും അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോൾക്ക് എതിര് നിൽക്കുന്നവരെ വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് ഒച്ചയെടുത്ത് പീഡിപ്പിക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നതോടുകൂടി ജിഷിനോടുള്ള ഒരു ഇത് പോയി. പിന്നെ എനിക്കൊരു സങ്കടം തോന്നിയത് അവർ എടുത്തു വെച്ച എന്താ പറയുക, ഒരു പണിപ്പുരയിൽ നിന്ന് അവർക്ക് കിട്ടിയ പൊതികൾ തിരിച്ചു വെക്കേണ്ടി വന്നതും എല്ലാവരും കളിയാക്കി. ഇതൊക്കെ ഒരു ചെറിയൊരു വിഷമം തോന്നി. അവർക്കും കിട്ടേണ്ടതല്ലേ, ഒരു സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റാതായിപ്പോയത്. അപ്പോൾ അതൊരു വിഷമം തോന്നി. അപ്പോൾ അവർക്കത് പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ജിഷിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മറ്റവർ രണ്ടുപേരെയും ഇതിങ്ങോട്ട് പുറത്തേട്ട് വന്നിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ ഇതായിട്ട് ബുദ്ധിപരമായി കളിക്കാണ്ട് എല്ലാത്തിനും ചൂടായിക്കൊണ്ട് നിന്നിട്ട് കാര്യമുണ്ട്. അതൊക്കെ ഒന്ന് ജിഷിൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ച്. അപ്പോൾ ഇതുവരെയും എനിക്ക് അനീഷിൻ്റെ ഗെയിം ഇപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നുന്നത് എന്താ പറയുക, അതുപോലെ ആര്യൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ആര്യൻ ഇന്നെ അറിയില്ല. ആര്യൻ്റെ ഗെയിം നമുക്കൊന്നും പറയാൻ പോലും പറ്റാത്ത ഗെയിമുകളാണ്. എന്താ പറയുക, പൊട്ടത്തരവും ഈ എന്താ പറയുക 23 വയസ്സ് ആദ്യം കണ്ടപ്പോൾ ഒരു 30-35 വയസ്സിൻ്റെ ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 23 അല്ല 15 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ആര്യൻ പറയുന്നതും കിടന്ന് കാണിക്കുന്നതും ഒക്കെ. ഇപ്പോൾ എന്തോ ഒരു കുഞ്ഞു കളിയാണ് കാണിക്കുന്നത്. അത് അരോചകം തന്നെയാണ്. ആര്യനെ പേഴ്സണലി ഒന്നും ഇതാക്കാൻ തോന്നുന്നില്ല. പിന്നെ അവിടെ ആരാ ഉള്ളത്, പിന്നെ ഉണ്ടല്ലോ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇനി അടുത്തൊരു വീഡിയോ അടുത്ത ദിവസങ്ങളിലേക്കുള്ള അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരെ ബൈ.